പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പം ഒരാഴ്ചയായിട്ട് എല്ലാ ദിവസവും ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റാറില്ല. മിനിങ്ങാന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇന്നലെ അതിന് സാധിച്ചില്ല. ഇന്ന് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയൊരു ധ്യാനചിന്തയുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ആയിട്ട് പലരും അവരുടെ പ്രശ്നങ്ങളും അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട്, അതിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ അതിനൊരു ഉത്തരം കിട്ടാനായിട്ട് പലരും വിളിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള ഉൾപ്പൊരുളുകളാണ്. വിശ്വാസം നമ്മളെ നീതീകരിക്കും, വിശ്വാസം നമ്മളെ വിശുദ്ധീകരിക്കും, വിശ്വാസം നമ്മളെ പരിശോധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം പൂർവ്വപിതാക്കന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ തിരുവചനങ്ങളിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ നിരവധി വചന പ്രഘോഷണ വേദികളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അബ്രാഹത്തിന്റെയും സാറായുടെയും വിശ്വാസം, ഇസഹാക്കിന്റെ വിശ്വാസം, ഇസഹാക്കിനെ ബലികഴിക്കാനായിട്ട് മോറിയാമലയുടെ മുകളിലേക്ക് പോയ അബ്രാഹം ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ട ആ അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ അനുഭവം, അതോടൊപ്പം മോശയുടെ വിശ്വാസം. ഇങ്ങനെ താഴേക്ക് പോരുമ്പോൾ തിരുവചനത്തില് നിരവധി വിശുദ്ധര് അവര് വിശ്വാസത്തിൽ എത്രത്തോളം ആഴപ്പെട്ടിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് നമ്മളൊരു പ്രതിസന്ധിയിൽ വരുമ്പോൾ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ചിലരൊക്കെ മണിക്കൂറുകളോളം തമ്പുരാന്റെ സന്നിധിയിൽ ചെലവഴിക്കാറുണ്ട്. വ്യക്തിപരമായിട്ട് ജപമാല ചെല്ലാറുണ്ട്, വചനം വായിക്കാറുണ്ട്, പരിഹാര പ്രാർത്ഥനകൾ നടത്താറുണ്ട്, പ്രഭാത പ്രാർത്ഥന വ്യക്തിപരമായിട്ട് നടത്താറുണ്ട്, കുടുംബത്തോടെ പ്രാർത്ഥിക്കാറുണ്ട്, പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറുണ്ട്, തീർത്ഥാടനങ്ങൾ നടത്താറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നടത്താറുണ്ട്. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ, ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മളൊക്കെ വിശ്വാസത്തിന്റെ മേഖലയിൽ തകർന്നു പോകുന്ന ഒരവസ്ഥ ആണ് കാണുന്നത്. ഇപ്പം ഇത് പറയുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ ദൈവ മകൻ, ഒരു ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ദൈവവിളി പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അടിയുറച്ച ഒരു ജീവിതമാണ്, ഒരു യാത്രയാണ്. ഇതില് സ്വപ്നങ്ങൾക്ക് സ്ഥാനമില്ല, എന്നാൽ പ്രത്യാശയ്ക്ക് അവിടെ സ്ഥാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, 2014 ഞാന് എന്റെ ജന്മനാട്ടിൽ നിന്ന് അവിടെ ഞാൻ ഒരു കുന്നിന്റെ പകുതിക്കാണ് എന്റെ വീടുണ്ടായിരുന്നത്. അവിടെ വഴിയില്ല, വെള്ളവുമില്ല. ഇതിനു മുമ്പും പലപ്പോഴും പറയാനായിട്ട് ഞാൻ മാറ്റിവെച്ച ഒരു സംഭവം ഇന്ന് ഈ ഒരു വിശ്വാസം എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, അത്യാവശ്യം ബിസിനസ് ഒക്കെ ചെയ്ത് കൈ കുറച്ച് പൈസ വന്നപ്പോൾ ഈ കുന്നിന്റെ പകുതിയിലുള്ള ആ കുറച്ച് സ്ഥലമുണ്ട്. ആ വീട് ചെറിയ വീടാണ്, അത് ഉപയോഗിക്കാൻ അത്ര ബെറ്റർ അല്ല. അപ്പൊ ആ വീട് അവിടെ ഇട്ടിട്ട് ഒരു കുറച്ച് ദൂരേക്ക് മാറി ഒരു വീട് വെക്കാനായിട്ട് സ്ഥലം എടുക്കാൻ വേണ്ടി വണ്ടി വിറ്റിട്ട് വരുന്ന ഒക്കെ സൗകര്യമുള്ള, അത്യാവശ്യം സൗകര്യമുള്ള ഒരു സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ വീടിന്റെ അവിടെ ഒരു 300 മീറ്റർ ദൂരത്ത് എന്റെ ഒരു അകന്ന ബന്ധുവിന്റെ ഒരു സ്ഥലം പോയി കണ്ടു, 10 സെന്റ് സ്ഥലം. അപ്പം ഒരു ബ്രോക്കർ മുഖാന്തരം ഇയാളുമായിട്ട് ഈ ഒരു സ്ഥലത്തിന്റെ വിലയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വെറും 5000 രൂപ വിലപ്രകാരം അത് യോജിക്കാതെ വരിക, കച്ചവടം നടക്കാതെ വരിക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 99 2000-ന് ശേഷം എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തമ്പുരാനോട് ആലോചന ചോദിച്ച് ചെയ്യാറുള്ള ഞാന്, എന്റെ വിവാഹം ഉൾപ്പെടെ ഇങ്ങോട്ട് എല്ലാ ആലോചന ചോദിച്ച് ചെയ്തിട്ടുള്ള ഞാന് ഈ വിഷയം തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ച് തമ്പുരാനോട് ആലോചന ചോദിച്ചു. അപ്പോൾ തമ്പുരാൻ എന്നോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു: മോനെ, അന്ന് ഞാൻ താമസിക്കുന്ന കരിക്കോട്ടക്കരയില്ല. മോനെ, എനിക്ക് നീ പോയി നോക്കിയ അവിടെയെന്നല്ല, നിന്നെ ഈ ഇടവകയിൽ പോലും അല്ല എനിക്ക് ആവശ്യം. എനിക്ക് നിന്നെ ആവശ്യം കല്ലുവയില്ല. പ്രിയപ്പെട്ടവരെ, എന്നാ പറയണ്ടേ, ഒരു വല്ലാത്തൊരു ഒരു പ്രതിസന്ധിയിലേക്ക് ഞാൻ വരിക, ഒരു മനസ്സിന്റെ ഒരു ഭാരത്തിലേക്ക് വരിക. കാരണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? കാരണം ഈ കല്ലുവേൽ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് എനിക്ക് കേട്ടുകഴിവില്ലാതെ എനിക്ക് അവിടെ ഒരു മുൻപരിചയമൊന്നുമില്ല, കാര്യമായ മുൻപരിചയമൊന്നുമില്ല, എനിക്ക് അവിടെ പരിചയമുള്ള ആരുമില്ല. അങ്ങനെ ഞങ്ങൾ ഈ വിഷയം, ഈ മെസ്സേജ് ഞങ്ങൾ അടയാളം വെച്ച് തമ്പുരാന്റെ സ്ഥലത്തിൽ അടയാളം വെച്ച് പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് അടയാള സഹിതം ഈ മെസ്സേജ് കറക്റ്റ് ആണെന്ന് സ്ഥിരീകരിച്ചു, അടയാളത്തിലൂടെ സ്ഥിരീകരിച്ചു. അങ്ങനെ ഒരിക്കലും ബൈ ചാൻസിൽ ഒരു യാത്രാമധ്യയെ പരിചയപ്പെടാൻ ഇടവന്ന ഒരു ബ്രോക്കർ ഉണ്ടായിരുന്നു ആ നാട്ടുകാരൻ. അയാളെ വിളിച്ച് ഞാൻ ചോദിച്ചു, ചെറിയ പൈസയ്ക്ക് സ്ഥലം എന്തെങ്കിലും കിട്ടാറുണ്ടോ? ഇത് പറയുമ്പോൾ നിലവിലുള്ള എന്റെ സ്ഥലം, ഞാൻ അവിടെ ആയിരിക്കുന്ന എന്റെ ഒരു അരേക്കർ സ്ഥലം, കുന്നിന്റെ പകുതിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലമുണ്ട് കരിക്കോട്ടക്കരയിൽ. അത് വിൽക്കണം, അത് വിറ്റാൽ മാത്രമേ ഈ സ്ഥലം എടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് എന്റെ അടുത്ത് വേറെ പൈസയൊന്നുമില്ല. അപ്പം ഇയാൾ എന്നോട് പറഞ്ഞു, ഒരു 25 ലക്ഷം രൂപ എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അത്രയൊന്നും, എന്റെ അടുത്ത് കൂടി പോയി ഒരു 10-12 ലക്ഷം രൂപ അതിൽ കൂടുതൽ എടുക്കാനില്ല. അപ്പം പിന്നെ ഇയാളുടെ യാതൊരു അഡ്രസ്സും ഇല്ല. ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾ തമ്പുരാന്റെ സന്നിധിയിൽ വീണ്ടും വരുന്നു, ഈശോയെ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഈ കല്ലുവല്ലിൽ ഞങ്ങൾ എങ്ങനെയാണ് സ്ഥലം കണ്ടെത്തേണ്ടത്? അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു നേരിട്ട് പോകാൻ പറഞ്ഞു. നേരിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ചടച്ചക്കുണ്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്.
ഈ പെരുമ്പറമ്പിൽ നിന്ന് കുറച്ച് ദൂരം നടക്കുമ്പോൾ ചർച്ചക്കുണ്ടം, അവിടുന്ന് കല്ലൂര് പള്ളിക്ക് ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് കാണിച്ചു തരുന്നത്. നിരന്ന സ്ഥലമാണ്, ഫുൾ പച്ചപ്പുള്ള സ്ഥലമാണ്. പിന്നെ 3 വീട് അടുത്തടുത്തുണ്ട്. അതിന് നടുക്കത്തെ വീടാണ് കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വിശ്വാസത്തിന്റെ മേഖലയിലുള്ള ഒരു വിഷയമാണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ വാഗ്ദാനം പ്രാപിക്കാൻ സാധിക്കില്ല. അങ്ങനെ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം നേരിട്ട് പോകാൻ പറഞ്ഞു. എങ്ങനെ നേരിട്ട് പോകും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് വീടുകളിലൂടെ ചായപ്പൊടി കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു തൊഴില് പരിചയമുണ്ട്. നിലവിൽ ആ തൊഴിൽ വലിയ വിപുലമായിട്ട് വാഹനത്തിൽ കടകളിലൂടെ ചെയ്യുന്ന ഒരു വലിയൊരു ബിസിനസിന്റെ ഉടമയായിട്ടാണ് ഞാൻ ഉള്ളത്. ഇന്ന് അപ്പൊ ഈ പറയുന്ന ആ സമയത്ത് വീടുകളിലൂടെ ചായപ്പൊടി കൊണ്ടാണെന്ന് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഒരു മോശപ്പെട്ട പരിപാടി, ഒരു കുറച്ചിലായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും ശരി, ദൈവമഹത്വത്തിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ പിറ്റേ ദിവസം എനിക്ക് ലൈനിൽ സാധനം സപ്ലൈ ചെയ്യാനായിട്ട് പോകാനുള്ള ലോഡെല്ലാം കയറ്റി വെച്ചു. എന്നിട്ട് അതിനുശേഷം ഞാൻ ചായപ്പൊടി ആ കൂടെ വിൽക്കുന്നുണ്ട്, ഹോൾസെയിലായിട്ട് കടക്കാർക്കാണ് വിൽക്കുന്നത്. ചില്ലറ ഇങ്ങനെ വീടുകളിലൂടെ വിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ചെറിയൊരു കുറച്ച് കവർ എടുത്തിട്ട് 250 ഗ്രാമിന്റെ വീതം 8 പാക്കറ്റ് ചായപ്പൊടി ഞാൻ മിഷൻ വെച്ച് ഒട്ടിച്ച് പേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 8 പാക്കറ്റ് പേക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മോനെ 8 പാക്കറ്റ് വേണ്ട, 6 പാക്കറ്റ് മതി, 6 പാക്കറ്റ് മതി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാൻ രാവിലെ ലൈനിൽ പോയി ഉച്ചയായപ്പോൾ തിരിച്ചു വന്ന് ഇരിട്ടി പാലത്തിന്റെ ഇക്കരെ വണ്ടി ഇട്ടേച്ച് അവിടുന്ന് ഒരു ബസ്സിന് കയറി പെരുമ്പറമ്പിൽ വന്നിറങ്ങി. അവിടുന്ന് ഒരു ബൈക്കെ കയറി ചടച്ചക്കുണ്ടത്തിനടുത്ത് വന്നിറങ്ങി. അവിടുന്ന് ഈ ചടച്ചക്കുണ്ടം മുതൽ ഈ കല്ലുവേൽ വരെ ഉള്ള വഴിയിലൂടെ ഇങ്ങനെ വീടുകളിലൂടെ കയറും. അപ്പം എന്റെ കയ്യിലെ സഞ്ചിയിൽ 6 പാക്കറ്റ് ചായപ്പൊടി 250 ഗ്രാമിന്റെ ഉണ്ട്. ആദ്യം ഒരു വീട്ടിൽ കയറി, അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഒരു പാക്കറ്റ് ചായപ്പൊടി എടുത്തു. അപ്പം വലിയ റേറ്റ് ഒന്നും നമ്മൾ മേടിക്കുന്നില്ല, എന്നാൽ അത്യാവശ്യം മോശമില്ലാത്ത റേറ്റിലാണ് ചായപ്പൊടി വിൽക്കുന്നത്. ഒരു പാക്കറ്റ് എടുത്തു. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇവിടെ അടുത്തെങ്ങാനും വല്ല സ്ഥലമോ ചെറിയ സ്ഥലവും വീട്ടിൽ കൊടുക്കാനുണ്ടോ? അവർ പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങൾ ഇനി അപ്പുറത്തെങ്ങാനും വേറെ സ്ഥലങ്ങളിൽ അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പോയി. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പിന്നെയും പല വീടുകളിൽ കയറി, ആരും ചായപ്പൊടി എടുത്തില്ല. ഞാൻ ഉദ്ദേശിച്ച ഒരു മറുപടിയും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു പലചരക്ക് കട കണ്ടു. ആ കടക്കാരൻ എന്നോട് 4 പാക്കറ്റ് ചായപ്പൊടി ഒരുമിച്ചെടുത്തു. ഇപ്പോൾ ഓൾറെഡി 1.5 കിലോ ചായപ്പൊടി 250ന്റെ 6 പാക്കറ്റ് എന്ന് പറയുമ്പോൾ 1.5 കിലോ ആണല്ലോ, അതിൽ 5 പാക്കറ്റ് ഓൾറെഡി തീർന്നു. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ ആദ്യം വലത്തേക്ക് ഒരു മണ്ണ് റോഡ് കാണും, അതിലെ പോകരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ വലത്തോട്ടൊരു മണ്ണ് റോഡ് കാണും. അതിലെ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു വെട്ടുകല്ലോട് പണിത ഹോസ്പിറ്റൽ സെക്ടർ വീടുണ്ട്. അത്യാവശ്യം നല്ലൊരു വീടാണ്, 17 സെന്റ് സ്ഥലമാണ്. അവർ ചോദിക്കുന്നത് 12 ലക്ഷമോ 10 ലക്ഷത്തിന് തരുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി, ഈ പറഞ്ഞ വഴി കണ്ടു, ആ വഴിയെ കയറി ചെന്നു. പ്രിയപ്പെട്ടവരെ, ആ വഴിയെ ഞാൻ കയറി ചെല്ലുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, അതായത് തമ്പുരാൻ എനിക്ക് വെളിപ്പെടുത്തി തന്ന ആ ദർശനത്തെ കാണിച്ചു തന്ന ആ കാഴ്ച ഞാൻ കാണുകയായിരുന്നു. 3 വീടുണ്ട്. അതിന്റെ നടുക്കുള്ള വീടാണ് ഈ വെട്ടുകല്ലോട് പണിത വീട്, ഒരു ചെറിയൊരു വീട്. ഞാൻ അതിന്റെ മുറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആളെ വിളിച്ചു, ആരെയും കാണുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ വെച്ച് എന്നോട് പറയുകയാണ്, മോനെ, ഇതാണ് സ്ഥലം, ഇതാണ് വീട്, ഇതാണ് സ്ഥലം, ഇതാണ് വീട്, ഇത് 9 ലക്ഷം രൂപയ്ക്ക് നിനക്ക് കിട്ടും. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ദിവസങ്ങൾ കടന്നു. നിലവിൽ താമസിക്കുന്ന വീട് പിന്നെ മേക്കോട് എല്ലാം ആകെ പൊളിഞ്ഞു വീഴാൻ ആയി. അവിടുന്ന് ഭാര്യ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണം. അങ്ങനെ ഞാൻ വീണ്ടും 2ാം പ്രാവശ്യം ആ വീട്ടിൽ ചെല്ലുമ്പോൾ അയലോക്കത്തുള്ള ഒരു വീട്ടുകാരുടെ അവിടെ ഒരു വ്യക്തി വന്നു. ആ വ്യക്തിയിൽ നിന്ന് ഇതിന്റെ ഉടമയുടെ നമ്പർ എനിക്ക് കിട്ടി. ഞാൻ അന്ന് തന്നെ എന്നെ പറഞ്ഞു വിട്ട കടക്കാരനെ വിളിച്ചിരുന്നു, പക്ഷേ അയാൾ ഫോൺ എടുത്തില്ല. അങ്ങനെ ഈ ഉടമയുടെ നമ്പർ മേടിച്ച് അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ ഒരു ബ്രോക്കർ എടുക്കാനുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു ബ്രോക്കർ ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അവരോട് പറഞ്ഞു, 10 ലക്ഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ലാസ്റ്റ് 9 ലക്ഷത്തിന് തരാം, ബ്രോക്കർ പൈസ തരികയെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അന്ന് ഈ ചായപ്പൊടി വിൽക്കാനായിട്ട് പോയ ഫസ്റ്റിലത്തെ പ്രാവശ്യം ഈ വീട് അങ്ങനെ തമ്പുരാന്റെ മെസ്സേജ് സ്വീകരിച്ച് ഇത് തന്നെയാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന് അവിടുന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി റോട്ടിൽ ചെന്ന് അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോൾ അവസാനത്തെ 6ാമത്തെ പാക്കറ്റ് ചായപ്പൊടി തീർന്നു എന്നുള്ളതാണ്. ഇതാണ് തമ്പുരാൻ എനിക്കെന്ന വ്യക്തമായ അടയാളം. അങ്ങനെ എന്റെ നേരെയുള്ള സഹോദരൻ പിന്നെ എന്നോട് 12 ലക്ഷം രൂപയ്ക്ക് നിന്റെ സ്ഥലം എടുത്തോളാന്ന് വാക്ക് തന്ന് അവൻ എനിക്ക് 5 ലക്ഷം രൂപ അഡ്വാൻസ് തന്നു. ആ പൈസ ഞാൻ ഇവിടെ കൊണ്ട് ഉടമയ്ക്ക് എഗ്രിമെന്റ് വെച്ച് പൈസ കൊടുത്തേച്ച് ഞങ്ങൾ അന്ന് മുതൽ ഇവിടെ താമസം തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന് താമസം തുടങ്ങി 3ാമത്തെ ദിവസം എന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിസ്റ്റർ അവരുടെ ധ്യാനത്തിന് ക്ലാസ് എടുക്കാനായിട്ട് അവരെന്നെ വിളിച്ചു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ദൈവത്തിന്റെ വാഗ്ദാനം പ്രാപിക്കാനായിട്ട് ഇന്നിപ്പോ ഈ 11 വർഷം കഴിഞ്ഞു. ഇതിനോടകം ഞാൻ അനുഭവിച്ച സഹനങ്ങൾക്ക് കണക്കില്ല. എന്നാൽ അതിന്റെ 100 ഇരട്ടിയായിട്ട് ഇന്ന് ഈ ദേശത്തിന്റെ പേര് എന്റെ പേരിനോട് ചേർത്ത് ബിജു കല്ലുവേൽ എന്നുള്ള പേര് സ്വീകരിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പാട് തന്നു. അതിനുശേഷം ഇന്ന് ബിജു കല്ലുവേൽ എന്നുള്ള പേരിൽ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും തന്നെ നിരവധി സ്ഥലത്ത് വചനപ്രഘോഷണ ശുശ്രൂഷയും അതുപോലെ തന്നെ യൂട്യൂബ് മുഖാന്തരം ഇന്ന് വേൾഡ് ലെവലില് ഇന്ന് സൂപ്പർ ഹിറ്റ് നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഉൾപ്പെടെയുള്ള പാട്ടുകൾ ചെയ്യാനായിട്ട് മ്യൂസിക് സംഗീത സംവിധാനം ചെയ്യാൻ ഉൾപ്പെടെ ഇന്ന് വചനപ്രഘോഷണ മേഖലയിലും ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് തമ്പുരാൻ എന്നെ വളർത്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ അന്ന് തമ്പുരാന്റെ ആ വാഗ്ദാനം, ആ വെളിപ്പെടുത്തൽ, ആ നിർദ്ദേശം ഞാൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ, അതിലുപരിയായിട്ട് എനിക്ക് ഇവിടെ വന്ന് 1.5 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വളരെ മനോഹരമായ ഒരു ഭവനം, ഒരു വലിയ വലുപ്പമൊന്നുമില്ല, ഒരു 1200 സ്ക്വയർ ഫീറ്റ് താഴെ വരുന്ന ഒരു ഭവനം എനിക്ക് തന്നു. എനിക്ക് വാഹനം നിലവിലുണ്ടായിരുന്നു. എന്നാലും ഇന്നും ദൈവകൃപയാൽ
ഞങ്ങളുടെ കുടുംബം ഈ ദേശത്ത് വളരെ ദൈവാനുഗ്രഹത്തോടും ദൈവകൃപയോടും പോകുന്ന വിധത്തിലേക്ക് ദൈവം ഞങ്ങളെ കൈപിടിച്ചു നടത്തി. പ്രിയപ്പെട്ടവരെ, ചില സന്ദർഭങ്ങളിൽ നമ്മളോട് ഓരോരുത്തരോടും ദൈവം ഇതുപോലെ സംസാരിക്കും. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതും ആ പദ്ധതിയുടെ വഴിയെ നമ്മൾ നടക്കാൻ തയ്യാറാകാത്തതുമാണ് നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ ഏറ്റവും വലിയ പ്രധാന കാരണം. മനസ്സിലായോ? സാത്താൻ വെറുതെ ഇരുന്നില്ല. സാത്താൻ അവൻ വീട്ടാവുന്ന പകകളെല്ലാം എന്നോട് വീട്ടി. എന്നോട് മാത്രമല്ല, അന്ന് എന്നോട് ചായപ്പൊടി മേടിച്ച 3 പേരുണ്ടായിരുന്നു. അതിൽ 2 പേരുടെ ജീവനെ അവൻ കൊണ്ടുപോയി. 2 പേരും അറ്റാക്ക് വന്നാണ് മരിച്ചത്. കാരണം ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ പ്രവാചകൻ ഒരു നാട്ടിൽ വരുമ്പോൾ അവിടെ ഉണ്ടാകാനിടയുള്ള ചില അടയാളങ്ങളൊക്കെ ഇന്ന് എന്റെ ഇങ്ങോട്ടുള്ള കടന്നുവരവോടുകൂടി എനിക്ക് കാണാൻ സാധിച്ചു. എന്നാൽ അതിൽ ആ 4 പാക്കറ്റ് ചായപ്പൊടി എടുത്ത കടക്കാരനെ ദൈവം അതിന് ശേഷം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചതായിട്ട് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത പ്രശ്നത്തിന്, നമ്മുടെ ജീവിത തകർച്ചയ്ക്ക് എല്ലാത്തിനും ഏക ഉത്തരവും ഉള്ള ഒരു പുസ്തകം ഇതാണ്. ഇതിലൂടെ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നിങ്ങളുടെ വിശ്വാസക്കുറവുകൊണ്ട് മാത്രം, ദൈവത്തിന്റെ ആ സ്വരം ശ്രവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്തതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ജോലിത്തിരക്കെല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വിശ്വാസപൂർവ്വം ആ അധ്യായം മുഴുവൻ വായിക്കുക, പ്രാർത്ഥിക്കുക. ഈശോയോട് പറയുക, ഈശോയെ, അങ്ങനെയുള്ള ആഴമായ വിശ്വാസം കൊണ്ട് എന്റെ ജീവിതത്തെ, എന്റെ ജീവനെ, എന്റെ ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിന്റെ മേഖലയിൽ നിങ്ങളെ അവിടുന്ന് കൈപിടിച്ച് ഉയർത്തട്ടെ. ആമേൻ.